ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. എല്ലാവരും പനംപൊടി എന്ന് കേട്ടിട്ടില്ലേ? പന മുറിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊടിയാണ് പനംപൊടി. അപ്പോൾ അത് വെച്ച് ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് പനംപൊടിയാണ്. ഇതാണ് പനംപൊടി. വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. ഇതാദ്യം കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് എന്നിട്ട് അതൊരു അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കലക്കിയിട്ടുണ്ട്. ഞാൻ ചെയ്തത് ഇതിൽ നമുക്ക് ശർക്കര വേണം. അപ്പോൾ ശർക്കര ഉരുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഇനി ഇത് അരിക്കാൻ പോവാണ്. ഞാനിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ വേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്കാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ കിട്ടും നമുക്ക് അരിച്ചു കഴിയുമ്പോൾ. ഇനി ഇത് മാത്രം പോരാ, വേറെ ചില സാധനങ്ങൾ കൂടെ വേണം. ഇപ്പോൾ ഞാൻ ഇതിലിട്ടിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്കായ. ഒരു 4 ഏലക്കായ നന്നായിട്ട് കുത്തി ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രം മതി. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അരിച്ചെടുക്കുന്ന ടൈമിൽ ഒരുപാട് വെള്ളമായി പോകരുത്. വെള്ളമായി കഴിഞ്ഞാൽ നമുക്കത് കുറുകി കിട്ടാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. നമുക്കറിയാലോ ഏകദേശം എത്ര വേണ്ടി വരും ഒന്ന് കുറുകി കിട്ടാൻ എന്നുള്ളത്. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മടി പിടിച്ചിരുന്നാൽ ഇത് അടി പിടിക്കും. അപ്പോൾ മടി കൂടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറുകി ഈ ഒരു പരുവത്തിലെത്തി. ഇപ്പോൾ ഏലക്കായുടെ ആ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും മടി കൂടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ കുറുകി നമ്മൾ ഉദ്ദേശിച്ച വേവിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. വീണ്ടും പറയുന്നു, മടി കൂടാണ്ട് ഇളക്കിയാൽ നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാം. മടി പിടിച്ചാൽ കരിഞ്ഞ ചൊവ്വയോടുകൂടി കഴിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം കുറുക്കിക്കൊണ്ടിരുന്ന ആ ഒരു സാധനം. ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് മധുരമുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, പനംപൊടി കിട്ടുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.